നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾക്ക് വളരെ സ്ഥിരമായിട്ട് തന്നെ മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള തുമ്മൽ, ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് ഓൾമോസ്റ്റ് എവറി ഡേ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ചിലപ്പോൾ തണുപ്പുള്ള സമയത്തായിരിക്കും അത് കൂടുതൽ, അതായത് രാവിലെ സമയങ്ങളിലായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ഡസ്റ്റ് എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ പൊടിയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ മറ്റുള്ളവരെക്കാളും കമ്പാരിറ്റീവ്ലി അവർക്ക് പെട്ടെന്ന് തന്നെ തുമ്മൽ വരികയും മൂക്കൊലിക്കുകയും കണ്ണു ചൊറിയുകയും കണ്ണിൽ നിന്ന് വെള്ളം വരികയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അലർജിക് റൈനൈറ്റിസ് ആയിരിക്കാം. എന്താണ് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത്? അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ നേസൽ മ്യൂക്കോസയുടെ ഒരു ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. ഇത് വളരെ കോമൺ ആയിട്ട് ആളുകളിൽ കാണാറുണ്ട് കേട്ടോ. അതായത് ഒരുപാട് ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റിൽ താമസിക്കുന്നവർ, അല്ലെങ്കിൽ ഒരുപാട് ഡസ്റ്റി ആയിട്ടുള്ള പൊടിയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ, സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളിലൊക്കെ ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ കുട്ടികളിലൊക്കെ ആണെങ്കിൽ അഡിനോയിഡിന്റെ പ്രശ്നമുള്ള കുട്ടികളിൽ, ആസ്മയുള്ളവരിൽ, അല്ലെങ്കിൽ എക്സിമ എന്ന് പറയുമ്പോഴത്തേക്കും സ്കിൻ അലർജി ഉള്ള ആളുകളിൽ, അങ്ങനെയുള്ളവരിലൊക്കെ അതിനോടൊപ്പം തന്നെ അലർജി റൈനൈറ്റിസ് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ അലർജിക് റൈനൈറ്റിസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ അടുത്ത്, ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കാണണം. ഡോക്ടറിനെ കണ്ടതിന് ശേഷം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. നിങ്ങൾ ഒരു അലർജൻ സ്പെസിഫിക് ആയിട്ടുള്ള IgE ടെസ്റ്റ് നിങ്ങൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അലർജി എന്താണ്, എന്തിനൊക്കെയാണ് നമുക്ക് അലർജി എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. ചില ആളുകൾക്ക് ചിലപ്പോൾ ഡസ്റ്റ് ആയിരിക്കാം, പൊടിയായിരിക്കും അലർജി ആവുന്നത്. ചില ആളുകൾക്ക് മൈറ്റ് ആയിരിക്കാം, ചില ആളുകൾക്ക് പോളൻ ഗ്രീൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചില ആൾക്ക് ഒരുപാട് മോയ്സ്ചർ ഉള്ള സ്ഥലങ്ങളിൽ, ഒരുപാട് ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലങ്ങളിൽ നിൽക്കുമ്പോഴായിരിക്കും അലർജി ഉണ്ടാകുന്നത്. ചില ആളുകൾക്ക് ഇവൻ ചില മരുന്നുകൾ പോലും, ആസ്പിരിൻ പോലുള്ള ചില മരുന്നുകളായിരിക്കും അലർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അലർജി, എന്തിനൊക്കെയാണ് നമുക്ക് അലർജി എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഫ്യൂച്ചറിൽ നമ്മളിത് അവോയ്ഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ അനാഫിലാക്സിസ് പോലെയുള്ള വളരെ സിവിയർ ആയിട്ടുള്ള അലർജിയുടെ പ്രശ്നങ്ങൾ, ശ്വാസം മുട്ടൽ, അല്ലെങ്കിൽ മുഖമൊക്കെ വീർത്ത് വരിക, നമ്മുടെ ശ്വസനനാളമൊക്കെ നീര് വെച്ചിട്ട് വീർക്കുക, പിന്നെ ശ്വാസം കിട്ടാണ്ട് വരിക, ഇവൻ മരണം പോലും ചില ആളുകൾക്ക് അങ്ങനെയുള്ള അലർജികൾ വന്നാൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നമുക്ക് എന്തിനൊക്കെയാണ് അലർജി എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ഡോക്ടർ നിങ്ങളെ പരിശോധിച്ചിട്ട് നിങ്ങളുടെ ഡിസീസിൻ്റെ സിവിയാരിറ്റി, അല്ലെങ്കിൽ അത് എന്തോരം തീക്ഷ്ണമാണ് എന്നുള്ളത് നോക്കിയിട്ട് അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള മരുന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. സാധാരണയായിട്ട് നമ്മളിതിന് കൊടുക്കുന്നത് വായിൽ കൂടെ ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ആന്റിഹിസ്റ്റമിൻ തരികയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിറോയിഡ് തരികയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ല്യൂക്കോട്രൈൻ ഇൻഹിബിറ്റർ പോലെയുള്ള മരുന്നുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് തരും. ഇവൻ ഭയങ്കര സിവിയർ ആയിട്ടുള്ള കേസുകളിൽ നമുക്ക് ഇമ്മ്യൂണോതെറപ്പി വരെ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരാറുണ്ട്. പിന്നെ മൈൽഡ് ആയിട്ടുള്ള കേസുകളിൽ നമ്മൾ മൂക്കിലടിക്കാനായിട്ട് സ്പ്രേ തരാറുണ്ട്. അതായത് സ്റ്റിറോയിഡിൻ്റെ സ്പ്രേ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു ഇൻഹലേഷണൽ ആന്റിഹിസ്റ്റമിനിൻ്റെ സ്പ്രേ ആയിരിക്കാം. ചില കേസുകളിൽ നമ്മൾ ആന്റികൊളിനർജിക് ആയിട്ടുള്ള ഇപ്രാട്രോപ്പിയം ബ്രോമൈഡിൻ്റെ ഒക്കെ സ്പ്രേ കൊടുക്കാറുണ്ട്. വളരെ മിനിമൽ ഡോസിൽ സ്റ്റിറോയിഡിൻ്റെ സ്പ്രേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പരിധി വരെ നമുക്ക് ഇതിൻ്റെ സിവിയാരിറ്റി, അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ഡെയിലി ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന് പ്രധാനമായിട്ട് നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്. പക്ഷെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും ട്രീറ്റ്മെൻറ്റിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അലർജി എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മളത് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് എന്തിനാണ് അലർജി എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ താമസിക്കുന്ന വീട്ടിലാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് വെറ്റ് മോപ്പിങ് ചെയ്യുക. അതായത് നനഞ്ഞ തുണി കൊണ്ട് തറയൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് തുടയ്ക്കുക, പൊടിയില്ലാണ്ട് സൂക്ഷിക്കുക. പിന്നെ നിലത്തൊക്കെ നമ്മൾ കാർപ്പറ്റൊക്കെ വിരിക്കുമ്പോൾ വാൾ ടു വാൾ, അതായത് ഒരു ഭിത്തിയിൽ നിന്ന് വേറൊരു ഭിത്തിക്ക് അറ്റം വരെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ കാർപ്പറ്റ് വിരിച്ച് ഇടരുത്. അങ്ങനെ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലൊക്കെ പൊടി ഒരുപാട് തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ പോലും നമ്മളൊരു വാക്യൂം ക്ലീനറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് നമ്മളത് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ പില്ലോ ഒക്കെ ആണെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോഴേക്കും നമ്മളത് നല്ല സോപ്പിട്ട് കഴുകി അതിനുശേഷം നല്ല തിളച്ച വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നല്ല വെയിലുള്ള സ്ഥലത്തിട്ട് അത് നന്നായിട്ട് ഉണക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം.
അത്തരം കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്യണം. പിന്നെ തലയിൽ ഡാൻഡ്രഫ് ഉള്ള ആളുകളാണെങ്കിലേ അത് നമ്മുടെ മുഖത്തേക്ക് വീണ് അത് നമുക്ക് അലർജി ചില ആളുകളിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഡാൻഡ്രഫ് ഉള്ള ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ആ ഡാൻഡ്രഫിന് ട്രീറ്റ്മെന്റ് എടുക്കണം. പരമാവധി നമ്മൾ ഹ്യൂമിഡിറ്റി കുറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഒരു മോയ്സ്ചർ ഉണ്ടല്ലോ, അതായത് ഒരുപാട് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ തന്നെയാണെങ്കിലും ഭിത്തിയിലൊക്കെ ഫംഗസ് ഇരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വെന്റിലേഷൻ ഉള്ള മുറിയിൽ താമസിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെന്റിലേഷൻ, പ്രോപ്പർ വെന്റിലേഷൻ കിട്ടുമ്പോഴാണ് നല്ല സൂര്യപ്രകാശം ഉള്ളിൽ വരുന്നതും റൂമിന് കുറച്ചുകൂടി ഡ്രൈനെസ് കിട്ടുന്നതും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ എപ്പോഴും മോയ്സ്ചർ കെട്ടിക്കിടക്കാത്ത സാഹചര്യങ്ങളിൽ നിൽക്കാനും ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അതുവഴി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും അലർജിക് റൈനൈറ്റിസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.